എക്സൈറ്റ്മെന്റും ഒക്കെ അതിന്റെ പീക്കിലെത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വന്തമാവാനായിട്ട്, എമ്പുരാൻ നിങ്ങളുടെ സ്വന്തമാവാനായിട്ട്. എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു ആക്ടറിന്റെ കരിയറിൽ എമ്പുരാൻ പോലെയോ അല്ലെങ്കിൽ ലൂസിഫർ പോലെയുള്ള വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യവും അവസരവുമാണ്. എനിക്ക് ആ അവസരം ലൂസിഫറിൽ അങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഭാഗമാവുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കഥാപാത്രത്തെ കൂടി അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതാണ് അതിന്റെ ഭംഗി ഒരുപാട് കൂട്ടുന്നൊരു കാര്യമാണ്. അപ്പൊ അതിന് പ്രിയദർശിനി എൻ്റെ കയ്യിലേക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് രാജുവിനോടും മുരളിയോടും എനിക്ക് അകമഴിഞ്ഞ നന്ദിയാണ്. പിന്നെ ആന്റണി ചേട്ടനും അതേപോലെ ഗോപാലൻ സാറും ഒക്കെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഈ സിനിമ അർഹിക്കുന്ന ഒരു സ്കെയിൽ കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ എമ്പുരാനെ കാണുന്നത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗ്ലോറി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സഹായിച്ചത് അവരാണ്. സോറി, പാർട്ട് ഓഫ് ലൈക് ഹ്യൂജ് blockbusters is always a blessing for any actor in his or her career. So for me, and to be able to play one of the strongest roles in such kind of films is even a bigger blessing. So I was blessed in that way in Lucifer, and now the journey is continuing in Empuran. I was just thanking the director and the writer for the role that they trusted me with, and of course the producers who gave this film the scale that this deserves, and of course the cast and crew. I kept Lalaton for the last because it's always a blessing, the biggest blessing for any actor to be near him on screen. I've been fortunate enough to give few of my best loved performances in his films. Thank you, Lalita, for being who you are and what you are. And I want to say a huge thank you, like I said yesterday, to Lalaton and Raju for having such huge vision and dream for Malayalam cinema, because this is the entire Malayalam cinema industry is aspiring for many new things through this film. So I want to thank them for having this vision for all of us. So I hope you enjoy the film. It's only few hours now, so I really hope you all love Empuran more than you loved Lucifer. Thank you. Thank you. So as she told, it was a privilege for me to be part of Lucifer, and I'm reprising the same role in Empuran, and I got to work with amazing actors, amazing technicians, amazing director, and who all are amazing human beings too. And for me, working with Raju Edden was always very easy because he himself is an actor. He knows how to handle an actor, how to get the best from an actor. So that makes our work much easier. And he is a director with whom I would love to work again and again, because half the work is done if I'm on the set. And I got to share screen space with Abhimanyu sir, Manju Chechi and Lalaton also in this movie, and I'll cherish those moments forever. And I really hope this movie will do wonders for Malayalam industry too. And it'll definitely go places and create history and open many more doors for Malayalam industry in the future. Thank you so much. മലയാളികൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. ആദ്യം ആങ്കർ കന്നഡയിൽ സംസാരിക്കുമ്പോൾ സർപ്രൈസിംഗലി ഞങ്ങൾക്ക് കന്നഡ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ ഇന്ത്യൻ ലാംഗ്വേജസിൽ പലതിലും നമുക്ക് കോമൺ വാക്കുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഫ്രം കോണ്ടെക്സ്റ്റ് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെ എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആ ലൂസിഫറിലെ ഡയലോഗ് എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുമോ ചേട്ടാ? ഇതിലെ പറയാം. അതെ 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 ഇതിലെ പറയാം. അപ്പോ ഒരുപാട് സന്തോഷം. കുറെ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് എന്നെ പോലൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിങ്ങും വളരെ സന്തോഷം നൽകുന്നതും. ഒപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ അത്രയൊന്നും വലുതല്ലാത്ത ആ റോള് തന്നിട്ടുള്ളൊരു ഇമ്പാക്ട് ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പല സിനിമകളിൽ നിന്ന് പോലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും സ്നേഹിക്കപ്പെട്ട ഒരു സിനിമയാണ് ലൂസിഫർ. അതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒപ്പം ഇതില് ഈ കഥാപാത്രം ഈ രണ്ട് സിനിമകളിലും എന്നെ വിശ്വസിച്ചേൽപ്പിച്ച
രാജുവിനോടുള്ള നന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുരളിച്ചേട്ടനോടും ഉള്ള നന്ദിയും സ്നേഹവും ഇതിനോട് താങ്ക് യു. നമസ്കാരം. ചീത്തപ്പേര് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാം, എന്നിട്ട് ഞാൻ മലയാളത്തിൽ പറയാം. Firstly, thank you to all my friends in the Kannada media for being here today. It means a lot to us that we've taken the time off for this last leg of our promotional tour that is winding up in Bangalore. From here we are going back home. This is a very aspirational project for our industry because this is a film where we have collectively dreamt bigger than ever before, and we have thrown our conviction, efforts, time, and of course money behind this big dream of ours. And come 27th, we hope that this film will achieve something that will open a lot of doors and ways for aspiring filmmakers to dream even bigger from our part of the country. In Kerala, people actually look at me as a brand ambassador of Kannada cinema because I'm Prithviraj Productions, my company, has brought KGF 2, Kantara, Charlie 777, Saptasagara, and even Salar. All these films have been released in Kerala through my company, and films like KGF 2 even today remain one of the most iconic box office successes in Kerala film history, Kerala box office history. So it feels there's a big feel of gratification when today, of all the states in India, Empuran is being released in maximum number of screens in Karnataka. So as we speak, Empuran is going to hit 1,350 plus screens in Karnataka. And all my big thanks to dear friend Vijay Kiragandur and Hombale Films. Knowing Vijay, I assure you that this is not just something that he would do for me or this film. Truly passionate producers, and I've had a long association with them. And I know how big he dreams for cinema in general and how much he aspires to reach that goal of us being one amalgamated Indian film industry. And I think over the past 5 to 6 years, there has really been no other production company that's truly lived by that word as much as Hombale Films has. So big thanks to Vijay, and I promise you that our association will continue for a very long time. My next directorial is actually for Hombale Films, and I have to always thank him for showing so much faith in me. And I've said this to Malayalam media multiple times. When Lucifer released in 2019, the first production house to reach out to me and say they'd love to do a film that I'm directing is Hombale. And from there on, through films and through distributions, and even with films like Salar, and of course now going ahead, Kantara Chapter 2, Salar 2, there is KGF 3, and all these things will happen. So thank you so much for the love and affection that you've shown, and I hope on 27th you shower the same love and affection to Empuran, and this film becomes all that we hope it will be. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു ഈ സിനിമ വലിയ ഒരു പ്രതീക്ഷയോടെ ആന്റിസിപ്പേഷനോടുകൂടി ഇതിനെ വരവേൽക്കുമെന്ന് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. കാരണം ഒരു സിനിമയുടെ ബുക്കിംഗ് ഓപ്പണായി 24 മണിക്കൂറിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോകുന്ന സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാം എന്ന് നമ്മളെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. വി ആർ ട്രൂലി ഹംബിൾഡ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡസ്ട്രി മുഴുവനായി വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരുങ്ങുകയാണ് ഈ സിനിമയുടെ റിലീസോടുകൂടി. അപ്പൊ അത്രയും വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച ലാൽ സാറിനും ശ്രീ ആന്റണി പെരുമ്പാവൂരിനും ഒക്കെ ഞാനൊരു വലിയ നന്ദി പറയാണ്. എന്റെ പ്രാർത്ഥനയും എന്റെ പ്രതീക്ഷയും 27-ാം തീയതി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രതീക്ഷകൾക്കൊത്ത് ഞാൻ ഉയർന്നിരിക്കാം എന്ന എന്റെ പ്രാർത്ഥന മാത്രമേ എന്റെ കൈവശമുള്ളൂ. ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയേണ്ടത്, മൈ ബ്രദർ, മൈ കോ ക്രിയേറ്റർ, മൈ റൈറ്റർ മുരളി ഗോപി. ഞാൻ സംവിധായകനാകാൻ കാരണം അദ്ദേഹമാണ് എന്നോട് ഒരു തോട്ട് പറഞ്ഞിട്ട് ഇത് രാജു സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചത്. ആ ചിന്തയായിരുന്നു ലൂസിഫർ. അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഒരു സംവിധായകൻ എന്ന പ്രയാണം. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന് സുഖമില്ല, അതുകൊണ്ടാണ് നമ്മുടെ അവസാന പ്രൊമോഷൻ ലെഗ്സിലൊന്നും അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. ഹി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ, പനിയൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് വീട്ടിലാണ്. അപ്പോൾ താങ്ക് യു മുരളി, താങ്ക് യു ഫോർ സ്റ്റാൻഡിങ് ബൈ മീ ഇൻ ദിസ് ഡ്രീം, ആൻഡ്
I promise you, I promise all of you that if things go well, Murli and I have dreams that will make this one look small. Yeah, thank you. Thank you. Wishing you all a wonderful day. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. Thank you each and everyone for joining this trailer launch. I've been to Bangalore many times. Maybe for the last 50 years I'm traveling. I've done so many films here. I've done a couple of Kannada films. I was very close with Rajkumar sir and his family, Vishnu Vardhan, Sudeep, and so many actors. Because suddenly those memories. Ambarish. Okay, anyway. And a big thanks to Bombali Films for bringing this film to Bangalore. Because we used to watch Kannada films in Kerala, dubbing films. I have seen so many films of Vishnu Vardhan, Rajkumar sir in Malayalam. That time they used to dub in Malayalam, but dubbing was not that good. But definitely we used to watch. But there was a time where we can also bring our film to Kannada, so we started dubbing our film, and thanks to the Kannada industry for letting us to bring our film. This is a beautiful fraternity, and we have to exchange our ideas and views. So we are bringing out a film which is a major film in our film career. You cannot call it as a sequel of sequel of Lucifer, because we created the universe or world, whatever you call. It's like a novel, and that novel, you cannot make it in one film. So we have created 3 films. This is the second chapter of the first film, and we have one more film. It all depends upon the success of this film, because Lucifer was a big hit, so we created this film. And if you want to create the third one, this should be a massive hit. And luckily, this film, unbelievable response from the audience all over the world. They are waiting to receive this film. That kind of acceptance is happening. So thank you each and everyone for considering and for believing us. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സിനിമയാണ്, ഏറ്റവും വലിയൊരു നിമിഷമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് സഹായം ഞങ്ങൾക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനായാലും ആൻഡ് എത്രയോ തിയേറ്ററുകളാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. സെയിം തിങ്, നിങ്ങളുടെ സിനിമയും അതുപോലെ അത്രയും ഹൃദയത്തിലേറ്റിട്ടാണ് ഞങ്ങളും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ലൈക്ക് Priti said, he is the main key person to distribute big films in Kannada. Kannada film industry, of course, great films, വലിയ ഫിലിംസ് ഉണ്ടെങ്കിലും ഇൻ്റർനാഷണലി അറിയപ്പെടാൻ തുടങ്ങിയത് KGF, കണ്ടാറ മുതലുള്ള അങ്ങനത്തെ സിനിമകൾ വഴിയാണ്. സെയിം തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ അവർ ഇൻഡസ്ട്രി ഓൾസോ, ഇൻ മലയാളം ഓൾസോ. മലയാളം ഇൻഡസ്ട്രി പറയുമ്പോൾ ലൈക്ക് പീപ്പിൾ ലൈക്ക് ദൃശ്യം, ഷീ സെഡ്, then she started watching Lucifer. Like first പേര് ഇതായി മാറട്ടെ, ലൂസിഫർ. ഓ, ഐ ഹാവ് സീൻ ലൂസിഫർ. ബിക്കോസ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് ഇസ് സോ ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് എമ്പുരാൻ ഉണ്ടാകുന്നത്. സോ എമ്പുരാൻ ഒരു മലയാള സിനിമയെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത്. ഒരു പ്രത്യേക ഏതാണ്ട് 2 years he gave up everything and he was working on this. സിനിമ നിർത്തി, ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തിയിട്ട് he was sending for locations, and he is one director is very prompt with what he needs. He should get it, then only he'll shoot. അതൊരു കംപ്ലൈൻ്റ് അല്ല, ഒരു കോംപ്ലിമെൻ്റ് ആണ്. And it will show on that film. Even he started from, even for a Bro Daddy എന്നുള്ള ചെറിയ സിനിമയ്ക്ക് പോലും the magic he created is unbelievable. That is the charm of the director. So we all trust in him, and definitely, sorry, അടുത്ത പടം ബോംബായിലേക്ക് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾക്കും ഇടയ്ക്ക് ഒരു ഫിലിം ചെയ്യാം. ഈ കാര്യം ഇപ്പം നോക്കിക്കോളൂ, ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോയിട്ട് ഈ ഇൻഡസ്ട്രി സോ താങ്ക്സ് ടു ഓൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ആൻഡ് ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചറും സിനിമയും ആർട്ടും ഒക്കെ ആയി മാറട്ടെ. അടുത്ത സിനിമ ഇതുപോലെ
നിങ്ങൾ കാണണം. നിങ്ങളുടെ സിനിമയും ഞങ്ങൾ കാണും. നിങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാതെ വി ഓൾ വർക്ക് ഫോർ ദ ബ്യൂട്ടിഫുൾ ഫ്രറ്റേണിറ്റി കോൾഡ് സിനിമ. താങ്ക് യു സോ മച്ച്.